എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 2026 ആദ്യ റേഷൻ വിതരണം ജനുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റേഷൻ കട നാളെയും മറ്റന്നാളും ആദ്യ പ്രവൃത്തി ദിവസമായ ജനുവരി 1-ാം തീയതിയും 2-ാം തീയതി മഞ്ഞൻ ജയന്തി അവധിയുമായി റേഷൻ കട പ്രവർത്തിക്കില്ല. 3-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിക്കുക. ഡിസംബർ മാസത്തെ റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂട്ടി നൽകിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് 31-ാം തീയതി ഡിസംബർ മാസത്തെ റേഷൻ അവസാനിച്ചു. 3-ാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നീല വെള്ള റേഷൻ കാർഡിന് കൂടി ആട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീല വെള്ള റേഷൻ കാർഡിന് മാത്രമല്ല സ്ഥാപനം റേഷൻ കാർഡുകളായ ബ്രൗൺ റേഷൻ കാർഡിനും ഒരു ആട്ടയുണ്ട്. കൂടാതെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള ഈ 4 റേഷൻ കാർഡിനും മണ്ണെണ്ണയും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ ഇനി വ്യക്തമാക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. 3 പാക്കറ്റ് ആട്ടയും 1 കിലോ പഞ്ചസാരയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ട ഒരു പാക്കറ്റ് ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പഞ്ചസാരയ്ക്ക് 27 രൂപയും നൽകണം. മുൻഗണനാ വിഭാഗം PHH. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡിന് 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഈ മാസം സ്പെഷ്യൽ അരിയില്ല. കഴിഞ്ഞ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ 5 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ഇപ്പോൾ നീല റേഷൻ കാർഡിന് കുറെ കാലങ്ങൾക്ക് ശേഷം ആട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 1 മുതൽ 2 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ 10 കിലോ അരി ഉണ്ടായിരുന്നു, അത് 2 കിലോ ആക്കി കുറച്ചിട്ടുണ്ട്. അതേസമയം 1 മുതൽ 2 വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ഉണ്ട്, അത് വാങ്ങാവുന്നതാണ്. 17 രൂപയാണ് ഒരു പാക്കറ്റിന് നൽകേണ്ടി വരുന്നത്. NPI പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് ആ കാർഡിൽ ഒരാളെ മാത്രമാണ് ഉണ്ടാകുക. ആധാർ അധിഷ്ഠിതമായിട്ടുള്ള കാർഡാണ്. കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ കാർഡ് ഉള്ളത്. ഇതിൽ ഓരോ അന്തേവാസിക്കുമുള്ള ഓരോ കാർഡുകളാണിത്. ഈ ഒരു കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭ്യതക്കനുസരിച്ച് ഒരു ആട്ട 17 രൂപ നിരക്കിലും ഈ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് ഈ ജനുവരി മാസത്തിൽ റേഷൻ കടയിലൂടെ ലഭിക്കുന്നത്. ഇനി സപ്ലൈകോയിലൂടെ സബ്സിഡി സാധനങ്ങൾ, അതുപോലെ തന്നെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ ഇവയെല്ലാം വാങ്ങാവുന്നതാണ്. ക്രിസ്മസ് ഫെയറുകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധാരണ സബ്സിഡി സാധനങ്ങളും 20 കിലോ അരിയും വാങ്ങാവുന്നതാണ്. സപ്ലൈകോയിലൂടെ 20 കിലോ അരി എന്ന് പറയുന്നത് സബ്സിഡി സാധനത്തിന് പുറമെയാണ്. സബ്സിഡി ഇനത്തിൽ 8 കിലോയും 2 കിലോ പച്ചരിയും ചേർത്ത് 10 കിലോ അരി വേറെയുണ്ട്. അതിന് പുറമെയാണ് ഈ 20 കിലോ അരി. ആ അരിക്ക് 33 രൂപ 29 രൂപ എന്നിങ്ങനെ നൽകണം. ഇതിന് പുറമെയുള്ള ഈ 20 കിലോ അരിക്ക് 1 കിലോക്ക് 25 രൂപ ആണ് നൽകേണ്ടി വരുന്നത്. അവിടെ സബ്സിഡി അരി, ജയ അരി, മട്ട അരി, കുറുവ അരി ഇവയിൽ ഏതെങ്കിലുമാണ് 8 കിലോ വാങ്ങാൻ കഴിയുക. അത് ആദ്യ 15 ദിവസത്തിനുള്ളിൽ 4 കിലോയും പിന്നീടുള്ള 15 ദിവസത്തിനുള്ളിൽ 4 കിലോയും അങ്ങനെ വാങ്ങണം. എന്നാൽ 25 രൂപക്ക് ലഭിക്കുന്ന അരി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ലഭിക്കുന്നതാണ്. റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് 25 രൂപ നിരക്കിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളും റേഷൻ കട അവധിയാണ്. അതിനുശേഷം ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. വീണ്ടും കാണാം. ദൂരേക്കും ബൈ.